മിസ്അണ്ടർസ്റ്റാൻഡിങ്. സാറിൻ്റെ പഴയ ഒരു ജൂനിയർ വീണ്ടും തിരിച്ചു വന്നു. 3 വർഷം ഞാനാ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇല്ലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ഒരു 3 വീക്സ് ആയിട്ടേ ഉള്ളൂ. അവർ വന്നിട്ട് അവർക്ക് എന്നോട് ഇതുവരെ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല. സാറ് സ്ഥലത്തില്ലാതിരുന്നപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഫയൽ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു എന്നിങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ സാറ് അത് കേൾക്കാത്ത പാതി എന്നെ ഉടനെ ഓഫീസിൽ വരണ്ടെന്ന് പറയാം. അതിനെ ഞാൻ എന്തുകൊണ്ട് 3 വർഷം ഉണ്ടായിരുന്നതാണ് സാറ്. അവിടെ ഉണ്ടായിരുന്ന മിക്ക ജൂനിയറിനോടും ഇതാണ്, അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള എല്ലാവരോടും അതാ. പെട്ടെന്ന് വിളിച്ചിട്ട് പറയും നാളെ മുതൽ ഓഫീസിൽ വരണ്ട. അവരൊക്കെ പേടിച്ചിട്ട് ഓക്കെ നിർത്തും. ഇപ്പം ഞാൻ 3 വർഷം ഉണ്ടായി, എനിക്കറിയണം എന്ത് കാരണത്താലാണ് എന്നെ പിരിച്ചു വിട്ടതെന്നുള്ളത്. അത് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, അത് സാറ് ഒത്തിരി സോറി പറഞ്ഞു, അമ്മയെ വിളിക്കാം, ഹസ്ബൻഡിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഞാൻ തിരിച്ച് ഓഫീസിൽ പോയത്. എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയുക, ഞാനും പോകുന്നില്ല, ഞാനിനി CA പഠിക്കാൻ പോവാം, എനിക്കിനി അത്ര ഇഷ്ടപ്പെട്ട് വന്ന പ്രൊഫഷനാണ്. എന്നിട്ട് പോലും എനിക്ക് വേണ്ട, ഞാൻ CA പഠിച്ചോളാം, എനിക്കിനി പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നിട്ടും അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് മിഥുനെയാണ് ഓക്കെ സാറിനോട് ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞത്. അത് പറഞ്ഞത് ഓക്കെ, അത് അവരുടെ ക്യാരക്ടർ, അവരെനിക്കെതിരെ പറഞ്ഞു. പക്ഷെ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം സാർ അന്വേഷിച്ചില്ല. എന്നോടെന്നല്ല, ഓഫീസിലെ മറ്റൊരു സ്റ്റാഫിനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് എന്നോട് നാളെ മുതൽ വരണ്ട. ഞാൻ വന്നില്ല, ഞാൻ 2 ദിവസം വന്നില്ല. അതേ സാറ് തൊട്ട് വെള്ളിയാഴ്ച വിളിച്ചിട്ട് അബദ്ധം പറ്റിയതാണ്, സോറി, എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോഴുള്ള ദേഷ്യത്ത്, എനിക്കറിയാം ഇതും സാറ് ദേഷ്യത്ത്, ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ദേഷ്യത്ത് ഞാൻ പറഞ്ഞു സാറ് വാൺ ചെയ്യുക. അപ്പോൾ സാറിന് പറ്റില്ല എന്ന് പറഞ്ഞു. സാർ ഇറങ്ങിപ്പോകാൻ നിന്നു. സാർ എനിക്ക് സംസാരിക്കണം, സാറ് വാൺ ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്ക് വാൺ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്തിട്ട് പോവാം, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അപ്പോഴാണ് സാറിന് പെട്ടെന്ന് സാറിൻ്റെ മുന്നിൽ നിന്ന് സാറ് പറയില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ദേഷ്യം, സാറിൻ്റെ ദേഷ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ആ ഒരു ദേഷ്യത്തിൽ അടിച്ചതാണ്. ഇന്നൊരു നീതി നിഷേധം, അതായത് അവിടെ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, പോലീസ് വരുന്നു, പക്ഷെ പിടികൂടാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ ഒരു സ്ത്രീക്ക് നീതി നിഷേധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായോ? ഒരു അഭിഭാഷക കൂടിയാണല്ലോ. നീതി നിഷേധിക്കാന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഒരു വക്കീൽ ഓഫീസിൽ കയറി ഒരു വക്കീലിനെ കൊണ്ടുപോകുമ്പോൾ അത് എല്ലാ അഭിഭാഷകർക്കും അതൊരു ഇൻക്ലൂഡിങ് മീ ഒരു ഒരു നെഗറ്റീവ് ആണല്ലോ. എത്രയായാലും വക്കീലന്മാരല്ലേ, മേ ബി അതുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിൽ. ഇല്ല, എല്ലാവരും വിളിക്കുന്ന എല്ലാവരും പറയുന്നത് ഒരു ഒത്തുതീർപ്പിനും നിൽക്കരുത്, നിയമ നടപടി എന്താണോ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവാന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. മുൻപ് മർദ്ദിച്ചിട്ടുണ്ട്. അത് ഇത്രയ്ക്കും ബ്രോസ്റ്റ് അല്ല, അത് മർദ്ദനം, മുഖത്ത് കൈവച്ചു, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത്. പക്ഷെ അതെ ഗർഭിണിയായിരുന്ന സമയത്താണ് അത്. ഇതുപോലെ കോടതിയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, കോപ്പി ആപ്ലിക്കേഷൻ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഓഫീസിൽ ഇതുവരെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരും ഇതുവരെ വന്നു പോയിട്ടുള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. സാറിന് ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണ്. ഒരു അഭിഭാഷകയായതുകൊണ്ട് ചോദിക്കണം, അപ്പോൾ ഈ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് പര്യാപ്തമാണ്? കാരണം ഇപ്പോൾ FIR-ൽ 2-3 വകുപ്പുകളുണ്ട്, 115 ക്ലോസ് 2, 126 ക്ലോസ് 2, 74. ഞാൻ കൊടുത്ത മൊഴിയുടെ ഞാൻ അവിടെ എന്താണോ നടന്നത് അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടിയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്താമായിരുന്നതല്ലേ? ഞാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇനി കൂടുതൽ വകുപ്പുകൾ അവരന്വേഷിക്കുന്നുണ്ട്. ഇനി കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ പറ്റുമെങ്കിൽ അവർ മെഡിക്കൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഫ്രാക്ചർ ഉണ്ടെന്നായിരുന്നു ഇന്നലെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാക്ചർ ഉണ്ടെങ്കിൽ വീണ്ടും സെക്ഷൻ മാറും. അത് പിടികൂടണം അടിയന്തരമായിട്ട് തന്നെ. അത് പക്ഷേ പോലീസ്, എൻ്റെ അറിവിൽ പോലീസ് വളരെ നന്നായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത്. പിടികൂടിയാലും പെട്ടെന്ന് പ്രതിക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള FIR ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു അഭിഭാഷക എന്ന നിലയിൽ ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പോലീസ് രേഖപ്പെടുത്തണം. അതൊക്കെ രേഖപ്പെടുത്തി വേണ്ട FIR. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ബാർ കൗൺസിലിൽ കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. ഡിസിപ്ലിനറി ആക്ഷൻ എന്തായാലും ഉണ്ടാകും. ഞാൻ ആസ് എ ലോയർ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് ഇപ്പോൾ പോലീസ് ഇനിയൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ടാലും ജയിലിൽ പോകും. അതിനേക്കാൾ അദ്ദേഹം യൂണിഫോം ഊരി വെക്കുന്ന തരത്തിലുള്ള നടപടികൾ ബാർ അസോസിയേഷൻ്റെയും ബാർ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. വരരുതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് അത്രയേ ഉള്ളൂ.